വട 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 ബൈ. ഹലോ ഗൈസ്, ഇന്നത്തെ യാത്ര നീലേശ്വരത്തേക്കാണ്. ചേച്ചിയുടെ വീട്ടിൻ്റെ മുമ്പിലുള്ള കണ്ടത്തിലല്ല അമിതമായ മഴ കാരണം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചു ജീപ്പും കൊണ്ടുപോയി അവിടെ ഒരു ഫൺ ഡ്രൈവ് സെറ്റാക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം റോഡ് ഏതാ കുളം ഏതാണെന്ന് അറിയാത്ത അവസ്ഥയാണ് നീലേശ്വരം റോഡുകളിലുള്ളത്. അങ്ങനെ നമ്മളവിടെ എത്തി. ആ വെള്ളത്തിനുള്ളിൽ കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കണ്ടറിയാം എത്രത്തോളം വെള്ളം ഉണ്ടാവുമെന്ന്. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പരിപാടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. വണ്ടി വെള്ളത്തിൻ്റെ അടിയിലാവുമോ, വെള്ളം വണ്ടിനുള്ളിൽ കയറുമോ? വെള്ളം എന്തായാലും വണ്ടിനുള്ളിൽ കയറും, വണ്ടി വെള്ളത്തിനടിയിൽ പോവില്ല എന്ന് തമ്പുരാൻ അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടിരിക്കാം, പക്ഷേ കണ്ടു നോക്കാം. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും വെള്ളമുണ്ട് ഇവിടെ. നമ്മൾ ഇത്ര വെള്ളം ഉണ്ടെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ടയറ് മുങ്ങി ഫ്രണ്ടറിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം വെള്ളം പുറത്തോടെ ചാടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല. നമ്മൾ ഇവിടെ എത്തുന്നു. ഇവിടെ കുറച്ച് വീടിന് അവിടുന്ന് ഒരു ഇത്രയും വരുന്നുള്ള ഇത് ഈ ഭാഗമൊക്കെ ശരിക്കും മുങ്ങിയിട്ടോ. ഇങ്ങോട്ട് വരുന്നതോടെ നമ്മൾ വെള്ളത്തിൻ്റെ ഇത് കൂടിക്കൂടി വരുന്നുണ്ട്. ആ ഏരിയ ഒന്നും പിന്നെ നോക്കേ വേണ്ട, അവിടെയൊക്കെ ഫുള്ള് കുഴിയ. കറക്റ്റ് ഈ മടലോ വേണ്ട, ഈ മടലിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പാടില്ല, അതിൻ്റെ അവിടെയൊക്കെ കുഴിയാന്ന് പറഞ്ഞത്. ഈ തെങ്ങും ഈ ഒരു മടലിൻ്റെ ഇത് ഗ്യാപ്പാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് പോയ വലിയ കുഴിയാണ്. ഒന്നത് കണ്ടം കൂടെ ആയതുകൊണ്ട് കാല് പോയാൽ പെട്ട്. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇത് ഭയങ്കര ആഘോഷം കേട്ടോ. നമ്മളെ അവിടെയൊന്നും വെള്ളം കയറില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇതേപോലെ എന്തായാലും വെള്ളം കയറത്തൊന്നുമില്ല. ഈ ഏരിയയിലാണ് കൂടുതലായിട്ടും കയറുന്നത്. കാരണം നമ്മുടെ ഏരിയ ഒക്കെ കുറച്ച് ഹിൽ ഏരിയ ആണ്. ഇത് ടൗൺഷിപ്പ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് താഴ്ന്ന പ്രദേശം ആയതുകൊണ്ടാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എൻ്റെ ചെരുപ്പ് പോയി. നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് വലിയ ഇതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനൊക്കെ ഈ സമയത്തൊക്കെ ഈ വീട്ടുകാരൊക്കെ എത്ര സ്വന്തം വീട് വരെ ഇട്ടിട്ട് വേറെ വീട്ടിലോട്ടൊക്കെ താമസം പാടണം. അങ്ങനത്തെ ദുരിതാവസ്ഥയൊക്കെ അയ്യോ പേടിച്ചു കഴിഞ്ഞാൽ ദുരിതാവസ്ഥയാണ്. നമ്മുടെ അങ്ങോട്ട് നാട്ടിൽ വെള്ളം കയറാത്തതിൻ്റെ അഹങ്കാരം എന്നൊക്കെ പറയാം. നമ്മൾ വെള്ളം കയറുന്നത് ആഘോഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ മെണപ്പ് തീർന്നിട്ടില്ല. ഞങ്ങളുടെ മെണപ്പ് ഇതാ പിന്നെയും ഒന്നും കൂടെ ഇവിടെ ഞങ്ങൾ പുറത്തെടുക്കാൻ പോവാണ്. ഒന്നുകൂടെ നമുക്ക് വന്ന വഴി കൂടെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളത്തിനിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാമെന്ന് പ്ലാനിട്ട് ഞാൻ പപ്പനെ പറഞ്ഞ് കയറ്റി. പപ്പ അവിടുന്ന് ജീപ്പ് എടുത്തിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. നേരത്തെ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലിരുന്ന് വീഡിയോ എടുത്തുകൊണ്ട് നമുക്ക് നേരത്തെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പപ്പേനെ പറഞ്ഞ് കയറ്റി. പണ്ട് പോലുള്ള ആഗ്രഹമായിരുന്നു ചോദിച്ചു ഇങ്ങനെ വെള്ളക്കെട്ടി കൂടെ വണ്ടി ഓടിക്കണം. കാരണം എന്ന് വെച്ചെങ്കിൽ പപ്പ കൊണ്ട് പറയുന്നത്, പപ്പ കൊണ്ട് ജീവിക്കാൻ വേണ്ടി പപ്പ പണ്ട് സ്റ്റാൻഡിൽ ജീപ്പൊക്കെ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ഇവിടെ ഒരു ഏരിയയിലോട്ട് പോകുന്നിടത്ത് പാലം അന്ന് പണിതിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നേരം ഇങ്ങനെ മഴക്കാലത്ത് പുഴ കടന്നാണ് പോകുന്നത്. മഴക്കാലത്ത് നല്ലോണം വെള്ളം ഒഴുകുമ്പം പുഴ കടത്തണം. പുഴ കടത്തി പോയാൽ ഇരട്ടി വാടക കിട്ടും. അപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി റിസ്ക് എടുത്ത് പുഴ കടത്തിയ കാര്യമൊക്കെ പപ്പ പറയും. അപ്പോൾ ആ കഥയൊക്കെ കേട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ വട്ടളക്കിയത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് പുഴയിൽ ഇറക്കാൻ പറ്റില്ല, പാലം കൊണ്ട് ഇറക്കേണ്ട വരില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇങ്ങനെ വെള്ളത്തിൽ വണ്ടി ഇറക്കുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും വണ്ടി നമ്മൾ വെള്ളത്തിൽ ഇറക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ആക്സിലേറ്റർ സ്ലോ ഡൗൺ ചെയ്യാൻ പാടില്ല. കാരണം എത്ര പരമാവധി നമുക്ക് ചവിട്ടി പിടിക്കാൻ പറ്റുമോ അത്ര പരമാവധി ചവിട്ടി പിടിക്കുക. നമ്മുടെ ആക്സിലേറ്ററിൻ്റെ പവർ കുറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറും. പിന്നെ വണ്ടി ഓഫായി പോകും. വെള്ളത്തിൽ വണ്ടി ഓഫായി പോകുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, വെള്ളത്തിൽ മാക്സിമം നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് ഗിയർ തന്നെ പോവുക. വെള്ളത്തിൽ നിന്ന് കയറുന്നോടം വരെ ക്ലച്ച് അപ്ലൈ ചെയ്യരുത്. ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് പ്രഷർ പ്ലേറ്റും ക്ലച്ച് പ്ലേറ്റും തമ്മിൽ ഗ്യാപ്പ് ഇടുന്നത്, ന്യൂട്രൽ വിടാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും പ്രഷർ പ്ലേറ്റും ക്ലച്ചും തമ്മിൽ സെറ്റ് ആവില്ല. അന്നേരം നമ്മുടെ വണ്ടി അനങ്ങൂല, ഓൾവേസ് അവിടെ ന്യൂട്രാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്ലച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതാ വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കി എൻ്റെ മോനെ ഫുള്ള് ചെളി. പപ്പ സൈലൻസർ കയറിയ വെള്ളമൊക്കെ റേസാക്കി കളയുന്നുണ്ട്. നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ ഹൈ ഗിയറിലല്ല വന്നേ. ആദ്യം ചേട്ടനെ കൊണ്ടുവന്നത്. അന്ന് തന്നെ സംഭവം എന്നറിയോ, കുറച്ച് ഏരിയ ഒക്കെ കുറച്ച് ചെളിയുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. ഒന്നാമത് സൈലൻസറും കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലോട്ട് വെള്ളം കയറി വണ്ടി ഓഫായി പോലെ.
അങ്ങനെ ഒരു പ്രശ്നം. ഹൈ ഗിയറിൽ ഇറക്കണമായിരുന്നു. ഇപ്പം രണ്ടാമത് പപ്പ ഹൈ ഗിയറിൽ ഇറക്കിയ, പക്ഷെ നമ്മൾ ആദ്യം ഇറക്കിയപ്പോൾ ആവശ്യമില്ല. കുടുങ്ങിപ്പോയാൽ കാണായിരുന്നു. ഇവിടെ ഒന്നാമത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ കുഴി ഉണ്ടാവുന്നു, ഫുള്ള് ചെളിയാ. കണ്ടോ ഈ ചേട്ടൻ കണ്ടോക്കെ മീൻ പിടിക്കുന്നത്. രാവിലെ എങ്ങാണ്ട് ചേട്ടൻ വലയിട്ടിട്ട് പോയതാണ്. സ്വന്തം ഇതിനകത്ത് സ്വന്തം തോണി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാ വീട്ടിലൊരു തോണി ഉണ്ടാവും. എപ്പോഴാണ് ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ വലയിട്ടിട്ട് മീനെടുക്കുന്ന സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ മീൻ എടുക്കുമായിരുന്നില്ല കേട്ടോ. അവരിട്ട വലയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നേ, പക്ഷേ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ തോണി കയറിയിട്ട് വരാം. വഞ്ചി ഉണ്ടപ്പോൾ വഞ്ചിയിൽ കയറാൻ ആഗ്രഹം. വീണാൽ അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് വരാം. അറിയോ അറിഞ്ഞാലും അത്രേ ഉള്ളൂ. ഓടാ ബായൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ അനങ്ങാതെ ഗൈസ്, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ തോണി മറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ഒക്കെ. ബൈ.